ഈ ഹോട്ടലിൻ്റെ ഇതിപ്പോൾ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് കഴിക്കാം. പിന്നെ ഇവിടെ നമുക്കുള്ള റൂം ഇവൻ തുറന്നു. ഇത് ഈ റൂം 500 का റൂം. ഓ അച്ഛാ ഹേ പോരെ, ധാരാളം അല്ലേ. ബെഡ് ഉണ്ട്, ഡബിൾ കോട്ട്. ഇവിടെ താഴെ എക്സ്ട്രാ ആളുകളുണ്ടെങ്കിൽ കിടക്കാൻ സൗകര്യം ഉണ്ട് കേട്ടോ. 500 രൂപേനുള്ള വാടക. ടോയ്ലറ്ററി ഉണ്ട്. ലൈറ്റ് കാ ഭയ്യാ ഭയ്യാ ജി. ഓക്കെ, $500 കുഴപ്പമില്ലല്ലോ, അടിപൊളിയാണല്ലേ. ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാനിപ്പോൾ എവിടെ നിന്നറിയോ? മൈസൂരിലെ ബൃന്ദാവൻ ഗാർഡൻ, അതായത് KRS ഡാം സൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. വൈകുന്നേര സമയത്ത് വന്നു. ഇവിടുത്തെ വൈകുന്നേരമാണ് ഇവിടെ മ്യൂസിക് ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. പാർക്കിംഗ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ്. വണ്ടികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. വരുന്ന വഴിക്ക് റോട്ടിൽ തന്നെ 100 രൂപ ടോള്, അത് പാർക്കിംഗ് ഇൻക്ലൂഡിങ് ആണ്. പിന്നെ ഇവിടെ വന്നാൽ 50 രൂപയാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞു. പോയി നോക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ അവിടെ വണ്ടിയെല്ലാം അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് പോവാണ്. ശരിക്കും നമ്മൾ മൈസൂർ ടൗണിൽ നിന്ന്, സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനൊരു 20-22 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഇപ്പോൾ വൈകുന്നേര സമയത്തൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ ഗംഭീരം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിതിനു മുമ്പ് വന്നിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇവിടെ. പക്ഷേ മ്യൂസിക് ഫൗണ്ടനും കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും ആസ്വദിച്ച് കണ്ടിട്ടൊന്നുമില്ല. അത്ര വലിയ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലില്ല. ഇവിടെ നല്ല സജീവമാണ് കേട്ടോ. ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സൈറ്റാണ്. ഭാഗത്തേക്കൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എൻട്രൻസ് മുമ്പോട്ടാണ്. നമുക്ക് നേരെ ഭാഗത്തേക്ക് ചെല്ലാം. ഇവിടെ നമുക്ക് അണക്കെട്ട് ഇവിടെ നിന്ന് കാണാം കേട്ടോ. എന്നിട്ട് കാണാം. മൊത്തം മലയാളീസാണ് ഇവിടെ, കൂടുതലായിട്ട് മലയാളീസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കിയാൽ നമ്മളെ ഡാമിൻ്റെ അണക്കെട്ടിൻ്റെ ഭാഗം ഇവിടെ നിന്ന് കാണാം. കടകൾ വളരെ സജീവമാണ്. എന്തായാലും നല്ല ആള് കയറാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണിത്. ഈ ഡാം സൈറ്റിൻ്റെ അണക്കെട്ടിൻ്റെ ഒരു ഭാഗമാണ്. ഏതായാലും നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോവാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെ തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 50 രൂപ 50 രൂപ 50 രൂപയാണ് ടിക്കറ്റ്. 50 രൂപയാണ് ടിക്കറ്റ്. പക്ഷെ ഇവിടെ പോയി എടുക്കാം. ഇൻസൈഡ് നോക്കാം. ടിക്കറ്റ് ഓക്കെ 100 rupees. എവിടെ 100? 100 ഓക്കെ. നമ്മൾ ഇതിനകത്തേക്ക് പോകണം. നിങ്ങൾ കമാൺ. 8 മണിക്ക് ക്ലോസ് ആണ്. ഇവിടെ മ്യൂസിക് ഫൗണ്ടിന് ടിക്കറ്റ് ചാർജ് ഇവിടെ 40 രൂപയും ടിക്കറ്റ് എടുക്കണം. അപ്പ് ആൻഡ് ഡൗൺ പെർ ഹെഡ് 80. ഫുൾ ചാർജ് തന്നെ എല്ലാത്തിനും. മ്യൂസിക് ഫൗണ്ടിനൊക്കെ ഉള്ളത് ഇവിടെയാണെന്ന് തോന്നുന്നു.
ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതുവഴി അകത്തേക്ക് കയറി വരും. കയറി വന്നു കഴിഞ്ഞിട്ട് ഇതിലുള്ള മുന്നോട്ട് അങ്ങനെ നടന്നു പോകണം. അങ്ങോട്ട് പോയി ചെന്ന് കഴിഞ്ഞാലാണ് ആ ഗാർഡൻ്റെ ഇതൊക്കെ ഉള്ളത്. അവിടെയാണ് ലൈറ്റിംഗ് ഒക്കെ തെളിയുന്നത്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ സമയം അവസാനിച്ചു തോന്നുന്നു. ഇവിടെ വൈകിട്ട് 8 മണി വരെ ഉള്ളൂ തോന്നുന്നു. 8 മണി കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ആവും. അവിടെ ഒരു ഫൗണ്ടൻ വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആണാ വെള്ളം കുതിച്ച് പായുന്നു. ഇവിടെ നടക്കുമ്പോൾ നല്ല മീനിൻ്റെ മണം. ഈ വൈകുന്നേരം സമയം കൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ അടിച്ച് വീശുന്നത്. മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ തോട്ടിൻ്റെ കരയിലൊക്കെ ഇരിക്കുമ്പോൾ മീനിൻ്റെ മണം, ആ മണം. ദേ ബോട്ട് സർവീസ്. വെറുതെ റൗണ്ട് അടിച്ചിട്ട് വരും, അത്രേ ഉള്ളൂ. അതിന് 80 രൂപ എങ്ങാണ്ട് ഒരാൾക്ക് ടിക്കറ്റ് എന്ന് തോന്നുന്നു. ആ എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് എങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അതെ അവിടെ അവസാനിച്ചു. ഇനി തിരിച്ചിങ്ങനെ വരും. 80 40 എന്നറിയില്ല. അവിടെ പെർ ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ 80 എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നടുക്കുള്ള കയറുണ്ടല്ലോ, നമ്മൾ പോകുന്നത് ഈ വഴിക്കും വരുന്നത് ആ വഴിക്കും. അതാണ് ഇവിടെ വെള്ളം ചാടുന്ന ചെറിയ സെറ്റപ്പുകളാണ്. വരുന്നിടത്തൊക്കെ കടകൾ മാത്രമാണല്ലോ കാണുന്നത്. ആൾക്കാരും ഇല്ല, തിരക്കും ഇല്ല. വൈകുന്നേരം 8 മണിക്ക് ക്ലോസ് എന്നാണ്. ഇപ്പോൾ 6 മണിയായി. 2 മണിക്കൂർ സമയമേ ഉള്ളൂ. പക്ഷേ വലിയൊരു തിരക്ക് ഫീൽ ചെയ്യണില്ല. ആൾക്കാർ കമ്മിയുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിലൂടെ മുന്നോട്ടൊക്കെ പോയി നോക്കാം. അവിടെ ഫൗണ്ടൻസ് ഒക്കെ ഉണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ അതിൽ ലൈറ്റൊക്കെ ഇടും. ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, കളർഫുള്ളായിട്ട്. പിന്നെ അതെല്ലാം മലയാളീസാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഏതോ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുള്ളതാണ്. ഒരു യൂണിഫോമിൽ തന്നെ അങ്ങനെ വന്നിരിക്കുന്നത് വേണ്ട. ഇവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കാം. മഴ ചാറിന് അതോ ഇന്നത്തെ വെള്ളം തെറിക്കേ? മുമ്പ് ഇപ്പോൾ ഇവിടെ വൃന്ദാവൻ ഗാർഡൻ വന്നിട്ടുണ്ട്. അന്ന് ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു ഇതൊക്കെ. ഇപ്പോൾ ഒന്ന് കാണുമ്പോൾ അത്ര വലിയ രസമൊന്നും തോന്നുന്നില്ലല്ലോ. ഒരു എന്താ പറയുക, ഒരു നിറം മങ്ങിപ്പോയി. ഇതിൻ്റെയൊക്കെ വലിയൊരു ഭംഗി തോന്നുന്നില്ല. ഇനി കുറച്ച് ചെറുതാവുമ്പോഴാണ് ഞാൻ വന്നത്. അന്നത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് രസമായിട്ട് തോന്നിയതാണ്. എന്നാലും അന്നത്തെ പോലെ ഒരു സെറ്റപ്പൊന്നും ഇല്ല. ആളും കുറവാണ്. അതുപോലെ തന്നെ ഒരു പൊലിവ് നഷ്ടപ്പെട്ട പോലെ ഉണ്ട് ഇതിൻ്റെ. ഫൗണ്ടനൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ്സ് കേട്ടോ. ഇത് ലൈറ്റിങ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ കൂടുതലായിട്ട് വരുന്നത്. അതിൻ്റെ ഇടയിൽ മഴയും പെയ്തു. ഇല്ലേ ആളില്ല, മഴയും പെയ്തു. എന്താ അവിടെ മഴ ചെയ്തിട്ട് അത് അവിടെ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും കയറി ഒട്ടിപ്പിടിച്ച് നിൽക്കും. എന്താണ്
മഴ ചാടി കഴിഞ്ഞാൽ പിന്നെ ആള് ഉണ്ടാവില്ല തീരെ. ഇവിടെ ഒരു വെള്ളം ചാടും. ഓന് ഓടി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മഴ ചെയ്തിട്ട് എല്ലാവരും ഇതിൻ്റെ അടിയിൽ കയറി നിൽക്കുന്നു. ചെറിയൊരു ചാർമിനാറാണ്, അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക എല്ലാവരും. ഇവിടുന്ന് അങ്ങോട്ടൊന്നും ഇല്ലേ? കഴിഞ്ഞോ? അവസാനിച്ചോ? ഒരു പരിപാടി ഇല്ല കേട്ടോ ഇവിടെ. നോ ആക്ടിവിറ്റീസ്, 100% പറ്റിക്കൽസ്. ഭയങ്കര അടിയായിപ്പോയി. വാട്ടർ ഫൗണ്ടൻ പറഞ്ഞിട്ട് എണ്ണ നമുക്ക് 1 2 3 4 5 6 ഫൗണ്ടൻ ഉണ്ട്. അതും ലൈറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. പിന്നെ 100 രൂപ ടോള് പ്ലസ് ടിക്കറ്റ്, പാർക്കിംഗ്, പിന്നെ ടിക്കറ്റ് 50 രൂപ ഒരാൾക്ക്. പിന്നെ ഇതിന് പോരാത്തതിന് മൈസൂരിൽ നിന്ന് ടൗണിൽ നിന്ന് 25 കിലോമീറ്റർ പെട്രോൾ, അപ്പ് ആൻഡ് ഡൗൺ 50 കിലോമീറ്റർ പെട്രോൾ ചിലവ്. പുറമെ ഇവിടെ വന്നപ്പോൾ മഴയും. നേരെ ഇങ്ങനെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സൈഡിൽ നിരാശനായി നിൽക്കുക കേട്ടോ. അതായത് ഇവിടെ ഉള്ള ഒരു ഫൗണ്ടൻ ഓൺ ചെയ്യുമോ എന്താണെന്നറിയില്ല. അത് കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ ആ ഗാലറി പോലെ കെട്ടി വെച്ചിരിക്കുന്ന അതിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്താ നോക്കുക, ലൈറ്റിങ് ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഫൗണ്ടൻ ഓൺ ചെയ്യുമോ നോക്കണം. അതിന് വേണ്ടി വെയിറ്റിങ്. അതും കൂടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വൃന്ദാവൻ ഗാർഡൻ വന്നത് ഭയങ്കര ഒരു നഷ്ടമായിട്ട് മാറും. അതാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ. എന്തെങ്കിലും കാണാൻ പറ്റും നോക്കട്ടെ. അങ്ങനെ നമ്മളെ കാത്തിരിപ്പിനൊടുവിൽ ഇവിടുത്തെ മ്യൂസിക് ഫൗണ്ടൻ ഓൺ ചെയ്തു. അത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഈ മ്യൂസിക് ഫൗണ്ടനാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇത് കാണാൻ ഞാൻ ഒരു 7-8 മിനിറ്റോളം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാട്ടോ. വന്നിട്ടില്ല മൊത്തം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ ഈ മ്യൂസിക് ഫൗണ്ടൻ കാണാനായിട്ട്.
സിറ്റ് കണ്ട് നമ്മളവിടുന്ന് പുറത്തേക്ക് നടക്കുക കേട്ടോ. ഇപ്പോൾ ആൾക്കാർ ഒരുപാട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ രാത്രി ഇനിയും ഒരു സെക്കൻഡ് 8 മണി വരെ ഉള്ളൂ സംഭവം. 50 രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യട്ടോ, ഈ പോപ്കോൺ വേണമെങ്കിൽ വാങ്ങി കഴിച്ചോട്ടോ. 20 രൂപയുള്ളൂ. നല്ല രസമുണ്ട്, ടേസ്റ്റ് ആയിട്ടുണ്ട്, ചൂടോട് കൂടി കിട്ടുന്നുണ്ട്. അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. സൈറ്റിൽ വന്നു. സമയം 8 മണിയായി. ഇനി നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്നറിയോ? റൂം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടെൻഷൻ. അത് അന്വേഷിച്ചപ്പോൾ നമ്മളിപ്പോൾ അവിടെ തന്നെ റൂം എടുത്തു. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ചോദിച്ചപ്പോൾ 1000 റൂമിൻ്റെ റേറ്റ്. അപ്പോൾ ഏകദേശം ഇവിടെ വന്നപ്പോൾ തൊട്ടടുത്ത് അവിടെ ഒരു ഹോട്ടലിൽ ഇതൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്, വേറെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു റൂം വന്നു കേട്ടോ. ഇതിന് 500 രൂപയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഭാഗ്യം. ഇനിയിപ്പോൾ അങ്ങോട്ട് സിറ്റിയിലേക്ക് പോയിട്ട് വെറുതെ രാത്രി അലഞ്ഞു തിരിയണ്ടല്ലോ എന്നോർത്ത് ഇവിടെ തന്നെ മുറി എടുത്തു. അപ്പോൾ മുനിയർ ബായ് അത് ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. റൂം ആ എൻഡിലാണ്. ജസ്റ്റ് ഒന്ന് നോക്കി, പിന്നെ വലിയ സൗകര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ആ റൂമൊന്ന് ഞാൻ കാണിച്ചു തരാം. നീ വഴിക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ ഈ നമ്പർ ഇതൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. എൻ്റെ പേരെന്താണ് ഇപ്പോൾ? ദ റോയൽ പാലസ് റൂംസ് അവിടെ കേട്ടോ. 500 രൂപയ്ക്ക് റൂമുണ്ട്. അതായത് ഡാം സൈറ്റിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് വന്ന് മെയിൻ റോഡിൽ കൊണ്ട് കയറി ഒരു 400 മീറ്റർ കൊണ്ട് വന്നാൽ മതി. വരുമ്പോൾ തന്നെ ഇവിടെ കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇവിടുന്ന് എടുത്തു 500 രൂപയുള്ളൂ. റൂം എങ്ങനെയുണ്ട് നോക്കാൻ പോയിട്ട്. ഈ ഹോട്ടലിൻ്റെ ഇതിപ്പോൾ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് കഴിക്കാം. പിന്നെ ഇവിടെ നമുക്കുള്ള റൂം ഇവൻ തുറന്നു. ഇത് ഈ റൂം ആ റൂം ഒന്ന് കാണിച്ചു 500 का रूम. ഓ അച്ഛാ ഹേ പോരെ, ധാരാളം അല്ലേ. ബെഡുണ്ട്, ഡബിൾ കോട്ട്. ഇവിടെ താഴെ എക്സ്ട്രാ ആളുകളുണ്ടെങ്കിൽ കിടക്കാൻ സൗകര്യം ഉണ്ട് കേട്ടോ. 500 രൂപേനുള്ള വാടക. ടോയ്ലറ്ററി ഉണ്ട്. ലൈറ്റ് കാ ഭയ്യാ ജി. ഓക്കെ, $500 കുഴപ്പമില്ലല്ലോ, അടിപൊളിയാണല്ലേ. ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും കുഴപ്പമില്ല, ഒരാളില്ല. അപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് റൂം ചീപ്പായി കിട്ടിയെങ്കിലും നമുക്ക് നല്ല ഫുഡ് കിട്ടിയില്ല അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത് ഉള്ള കട അന്വേഷിച്ച് വേറൊരു ഹോട്ടലിൽ ചെന്ന് അവിടെയും ഒന്നും കിട്ടിയില്ല. അവസാനം പൊറോട്ടയും കടലക്കറിയും കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മൈസൂരിൽ നാളെ ഞങ്ങൾ കാണാനുള്ള മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.